ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹയിൽ ജയിച്ച ആളാ. ഗാന്ധിജി നല്ലൊരാളാണ്. നമുക്ക് ജീവൻ തന്നതല്ലേ. അത് എത്രത്തോളം അത് ആളുടെ ക്യാരക്ടർ, ആളുടെ ഒപ്പീനിയൻ അങ്ങനെയാണല്ലോ. നീയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ തിരിച്ചറിഞ്ഞു കൊടുക്കും. പ്രധാനമായിട്ടുള്ള നേതാക്കന്മാരുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് കൂടുതലും കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ മൊത്തം കാണിച്ചു നിന്നൊന്നുമില്ല. കാരണം വേറെ പല നേതാക്കന്മാരും അവരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് മൊത്തമായിട്ട് അവരെ പറ്റി അറിയാൻ പറ്റുക. ഇപ്പോ അടിച്ച മറ്റേ ചെറിയ കാണിച്ചു കൊടുക്കുന്നുള്ളത് നമ്മള് 90% ശ്രമിക്കെങ്കിലും 10% പരാജയപ്പെടുമെങ്കിലും അക്രമത്തിലൂടെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. ടീടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടീടോക്സ് നേരെ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഒക്ടോബർ 2 പ്രത്യേകത എന്താണെന്ന് അറിയോ? വാ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. ഒക്ടോബർ 2 പ്രത്യേകത എന്താണെന്നറിയോ? ഗാന്ധിജയന്തിക്ക് എന്താ ലീവ് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ടോ? ചില സ്കൂളുകളിൽ കിട്ടാറുണ്ട്. ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തിക്ക് അവധി കിട്ടാറുണ്ടോ? ശരിക്കും ഗാന്ധി ജയന്തിക്ക് ഇങ്ങനെ ഒരു ദേശീയ അവധി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ്? ഗാന്ധിജി ഒരു മികച്ച നേതാവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഗാന്ധി ജയന്തിക്ക് ദേശീയ അവധി കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെ ഒക്കെ കൊടുക്കേണ്ടതല്ലേ? ഗാന്ധിജി കാരണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് തോന്നിയിട്ടുണ്ടോ? ഗാന്ധിജിയൊക്കെ പ്രവർത്തിച്ച കാരണമല്ലേ സ്വാതന്ത്ര്യം. ഗാന്ധിജി അല്ല കൂടുതൽ നമുക്ക് അല്ല സമരത്തിന് മുന്നോട്ട് നിന്നതാണ് ഗാന്ധിജി. ഗാന്ധിജിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? അല്ല, സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് ഗാന്ധിജി അല്ലേ. ഒക്ടോബർ 2 പ്രത്യേകത എന്താണെന്നറിയോ? എന്താ? ഒക്ടോബർ 2 എന്റെ അമ്മയുടെ ബർത്ത്ഡേ. അതല്ലാണ്ട് അറിയില്ലേ? അറിയില്ല. ഒക്ടോബർ 2 ലീവ് കിട്ടാറുണ്ടോ സ്കൂളില്? എന്തിനാ കിട്ടാറ്? ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയെ കുറിച്ച് ലീവ് കിട്ടാറില്ലേ? ഗാന്ധിജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്താ പഠിച്ചേക്കണേ? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹയിൽ ജയിച്ച ആളാ. ഗാന്ധിജി നല്ലൊരാളാണ്. നമുക്ക് ജീവൻ തന്നതല്ലേ. ഗാന്ധിജിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ പഠിച്ചതില്? ആള് ഡ്രസ്സൊന്നും ഇല്ല, ഡിസ്പാക്ക് കാട്ടി നടക്കുക. ഡിസ്പാക്ക് ഉണ്ടോ ഗാന്ധിജിക്ക്? ജാതി പൊടിയാ. ഗാന്ധിജിനെ ഇഷ്ടാണോ? എന്താ ഇഷ്ടപ്പെടാൻ കാര്യം? ഗാന്ധിജി നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ആളാ. ഗാന്ധിജി മാത്രമാണോ ചെയ്തത്? വേറെ കുറെ ആൾക്കാർ അവരൊക്കെ മരിച്ചില്ലേ? നമ്മൾ നോക്കണ്ടല്ലോ. ഗാന്ധിജി മരിച്ചില്ലേ? ഗാന്ധിജി മരിച്ചു. ഗാന്ധിജി വിജയിച്ചു. അത് കാരണം ഗാന്ധിജി നമ്മള് വലിയ ആളായി. ഗാന്ധിജി ഒരു മികച്ച നേതാവായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്ക് കുറെ നെഗറ്റീവ് ഉണ്ട്. അത്രയും മികച്ച നേതാവൊന്നും അറിയാത്ത കുറെ കാര്യങ്ങൾ. പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗാന്ധിജിയെ കുറിച്ച്? അല്ല. എന്തിനാ ഗാന്ധി ജയന്തിക്ക് ലീവ് കൊടുക്കണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ നേതാക്കൾക്കും കൊടുക്കണേ. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട്. അല്ല, ആളേനാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുള്ള രീതിക്ക് കണക്കായിരിക്കണം. സോ ഒരു മെയിൻ ഒരു ഇത് അതുകൊണ്ടായിരിക്കണം ഗാന്ധി ജയന്തിക്ക് ലീവ് തരണം. ഗാന്ധിജിയുടെ ഒരു തത്വം ഉണ്ടായിരുന്നു, ഒരാൾ നമ്മുടെ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കണത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ട്? അത് അടിച്ചാ തിരിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജി കാരണം തോന്നുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹം മാത്രല്ല എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ്. നെഹ്റുജി, പിന്നെ സുഭാഷ് ചന്ദ്രബോസ് സാർ, അവരൊക്കെ ഒരുപാട് പേര് ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യം വേണ്ടി പോരാണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു സന്ദേശമായിരുന്നു ഒരാൾ നമ്മുടെ ഒരു കവളത്തടിച്ചെങ്കിൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കണം. അത് എത്രത്തോളം യോജിക്കുന്നു? ആളുടെ ക്യാരക്ടർ, ആളുടെ ഒപ്പീനിയൻ അങ്ങനെയാണല്ലോ. നീയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ തിരിച്ചറിഞ്ഞു കൊടുക്കും. ഗാന്ധിജി കാരനാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാര്യം? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഗാന്ധിജി ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയി നിന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനെ ഒരു ടോക്ക് ഉണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് അറിയില്ല. നമ്മൾ ഗാന്ധിജീനെയൊക്കെ കുറിച്ച് പാഠപുസ്തകങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. ആ പഠിച്ചതെല്ലാം ശരിയാണെന്നുള്ള കാര്യമാണോ? ഇല്ല, അവരെ പറ്റിയൊന്നും മൊത്തം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ പ്രധാനമായിട്ടുള്ള നേതാക്കന്മാരുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് കൂടുതലും കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ മൊത്തം കാണിച്ചു നിന്നൊന്നുമില്ല. കാരണം വേറെ പല നേതാക്കന്മാരും അവരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് മൊത്തമായിട്ട് അവരെ പറ്റി അറിയാൻ പറ്റുക. ഗാന്ധിജി ഒരു മികച്ച നേതാവായിട്ട് തോന്നിയിട്ടുണ്ടോ? മികച്ച നേതാവ് വെച്ചാൽ മികച്ച നേതാവാണ്. പക്ഷേ
ടോട്ടലി ഒരാളിപ്പോഴും നല്ല ഇത് ടോട്ടലി കംപ്ലീറ്റ് 100% നന്നാവില്ലല്ലോ. പിന്നെ ഗാന്ധിജി അഹിംസാപരമായിട്ടായിരുന്നു നിലപാട് നീക്കങ്ങൾ ചെയ്തിട്ടുണ്ടായത്. അത് ഇത്തിരി ഉണ്ട്. ഭഗത് സിംഗിനെ പോലെ ഇത്തിരി ഊർജ്ജ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നില്ല. മഹാത്മാഗാന്ധി പറയാറുണ്ട് നമ്മള് ഒരാൾ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കണം. ആ ഒരു സന്ദേശത്തെ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്? 100% സ്വീകരിക്കും. എൻ്റെ അച്ഛനൊരു ഗാന്ധിയനാ. ഞാൻ ഗാന്ധിയനെ ആശയങ്ങളായിട്ടാണ് നടക്കുന്നത്. എപ്പോഴും എന്നും ഞാനും ചേച്ചിയും എല്ലാവരും ഉൾപ്പെടെ ഒരാളെ അച്ഛൻ വിളിക്കണമെങ്കിൽ മഹാത്മാഗാന്ധിനെയാണ് വിശ്വസിച്ചിട്ട് അത് പറഞ്ഞിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാറുള്ളൂ. ഗാന്ധിന്റെ ആശയത്തിനോട് 100% ഉൾപ്പെടാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രമം ഒന്നിനും ഒരു മാർഗ്ഗമല്ലാന്നും ഇപ്പോൾ അടിച്ച മറ്റേ ചിറി കാണിച്ചു കൊടുക്കുന്നുള്ളത് നമ്മൾ 90% ശ്രമിക്കെങ്കിലും 10% പരാജയപ്പെടുമെങ്കിലും അക്രമത്തിലൂടെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെന്നെ പലപ്പോഴും നമ്മൾ കൊടി കെട്ടാൻ പോകാറുണ്ട്. കൊടി പറത്തി കളയും. നമ്മൾ തിരിച്ചവരുടെ കൊടി പറത്തി കളയുന്നതിന് പകരം വീണ്ടും നമ്മളത് കെട്ടും. വീണ്ടും ഒരു പറത്തി കളയും, വീണ്ടും കെട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗാന്ധിയുടെ ആശയം കാണാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വട്ടം ഗാന്ധിജി ഒരു പരാതി കൊണ്ടുപോകുമ്പോൾ പരാതി വലിച്ച് കളയലാണ് ചെയ്തത്. അപ്പോൾ എന്തുണ്ടായി? പരാതി വലിച്ചു കളഞ്ഞു. ഗാന്ധിജി അതിനെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവരാദ്യം ചെയ്തത് വീണ്ടും ഗാന്ധിജി പരാതി കൊണ്ടിട്ടു. അപ്പോൾ വീണ്ടും കളഞ്ഞു. പിന്നെ ഗാന്ധിജി പരാതി കൊണ്ടപ്പോൾ ഗാന്ധിജിനെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ വീണ്ടും ഗാന്ധിജി വീണ്ടും പരാതി കൊടുത്തു. നമ്മൾ എത്ര പറ്റാലും നമ്മൾ തോൽക്കില്ല, വീണ്ടും കരുതിക്കൊണ്ടിരിക്കും. അക്രമത്തിൽ നിന്നൊന്നും നേടാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ആശയം. ബ്രിട്ടീഷ് ഇപ്പോഴും ഭരിക്കുകയാണെങ്കിൽ ഇന്നേക്കാൾ നന്നായിട്ട് ഭരിക്കാൻ പറ്റും. ഇന്നിപ്പോൾ റെയിൽവേ പറഞ്ഞതിന് പകരം ഇപ്പോൾ റോട്ടിൽ കൂടെ വിമാനം പോകുന്നു പറയുന്നതിൽ ചേച്ചിക്ക് എന്നോട് എതിർക്കാൻ പറ്റുമോ? ന്യായമായ ചോദ്യമല്ലേ അത്? മറ്റേ കാർലോ മാക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? മാറ്റമില്ലാത്ത ഏതെന്നാണ്, അതാണ് മാറ്റം. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? മൊബൈലിൽ ഒരു ആപ്പ് എടുക്കണമെങ്കിൽ പോലും നമ്മുടെ പ്രൈവസിക്ക് നമ്മൾ എനേബിൾ ചെയ്യാണ്ട് സ്വാതന്ത്ര്യം ഇടുന്നു. ഇപ്പോൾ കിട്ടുന്നതാണോ സ്വാതന്ത്ര്യം?